എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം, അതിൻ്റെ സന്ദർഭം എന്തായിരുന്നു, അതിനു മുമ്പുള്ള കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക അവസ്ഥ എന്തായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായൊരു ചിന്ത, വ്യക്തമായൊരു ബോധം നമ്മുടെ മനസ്സിലെത്തിക്കഴിഞ്ഞു. ഒരുപക്ഷെ അത് കേൾക്കുന്ന സമയത്ത് നമുക്കതിനെ കൃത്യമായ അർത്ഥത്തിൽ കാണാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഇന്ന് അത്രയും അനുഭവിച്ചിട്ടില്ല. നമ്മൾ കേട്ട് അല്ലെങ്കിൽ വായിച്ച് പരിചയം മാത്രമേ ഉള്ളൂ, നമ്മൾ അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഭീകരമായിരുന്നു ആ അവസ്ഥ എന്ന്. നേരത്തെ സൂചിപ്പിച്ച കാണാൻ പോലും പാടില്ലാത്ത അത്രയും ദൂരത്തുകൂടി അന്യ സമുദായത്തിൽപ്പെട്ട ആളുകൾ സഞ്ചരിക്കണമെന്ന ഒരു സാമൂഹിക വ്യവസ്ഥയുള്ള ഈ നാട്ടില് തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരുമായിരിക്കുന്ന മനുഷ്യരെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? അതിനെ മാറ്റിമറിച്ചു എന്ന് പറയുന്ന സമയത്ത് അത് എത്ര അത്ഭുതമാണ് എന്ന് ആലോചിച്ച് നോക്കുക. അതായത് 18-19 നൂറ്റാണ്ടിലെ കേരളത്തിലെ സാമൂഹിക അവസ്ഥയെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. നമ്മുടെ കേരളം എന്തായിരുന്നു? കൊന്തമാഹാത്മ്യം എന്നൊരു കൃതിയുണ്ട്. അത് സുന്ദരമാണ്, ഹാസ്യാത്മകമായൊരു കൃതിയാണ്. പണ്ഡിറ്റ് കറുപ്പനാണ് അത് എഴുതിയത്. നേരത്തെ സൂചിപ്പിച്ച ഹിന്ദുക്കളിൽ താണ സമുദായത്തിൽപ്പെട്ട ഒരാൾ കൊന്ത ധരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏത് വഴിയിലൂടെയും സഞ്ചരിക്കുന്ന സാഹചര്യം അയാൾക്കുണ്ട്, സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഒരു കൊന്തയ്ക്കുള്ള മഹാത്മ്യം ഇത്രയുമാണ് എന്ന് വളരെ പരിഹാസ്യ രൂപേണ അദ്ദേഹം പറയുകയാണ്. അതാണ് കൊന്ത മഹാത്മ്യം. അത് വായിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടും. വി.ടി. ഭട്ടതിരിപ്പാട്, വെള്ളത്തിരുത്തിത്താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്ന മുഴുവൻ പേര്. ആ വെള്ളത്തിരുത്തിത്താഴത്ത് രാമൻ ഭട്ടതിരിപ്പാടിന്റെ ഒരു ആത്മകഥ, അതായത് 2 ആത്മകഥയുണ്ട്. ഒരാത്മകഥ കണ്ണീരും കിനാവും എന്നാണ്. ആ കണ്ണീരും കിനാവും എന്ന് പറയുന്ന കൃതി വായിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മീശ കുരുത്ത സമയത്താണ് അദ്ദേഹം എഴുതാനും വായിക്കാനും പഠിച്ചത്. യുവാവായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം എഴുത്തും വായനയും. അദ്ദേഹം ആ അനുഭവം വർണ്ണിക്കുന്നുണ്ട്. അദ്ദേഹം പൂജ ചെയ്യുന്ന ഒരു അയ്യപ്പ ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള ആൽത്തറയിൽ അദ്ദേഹം ഇരിക്കുകയാണ്. സായന്തനക്കാറ്റേറ്റ് ഇരിക്കുന്ന സമയത്ത് ഒരു തീയാടി നമ്പ്യാരുടെ ചെറിയ പെൺകുട്ടിയുണ്ട്. അപ്പോൾ ആ വഴി വരുന്നു. ഉച്ചഭക്ഷണമില്ലാത്തത് കൊണ്ടുള്ള വിശപ്പും വഴി നടന്ന വിയർപ്പും കൊണ്ട് ആ കുട്ടി നന്നേ വിവശയായിരുന്നു. തെല്ലിട സംശയിച്ചു നിന്നതിന് ശേഷം അവൾ എന്നെ സമീപിച്ച് കുനിയനുറുമ്പ് നിരയിട്ടതു കാണായ അക്ഷരങ്ങളെ തന്റെ മുമ്പിലേക്ക് വെച്ചു കൊടുത്ത് പറയുന്നു, ഈ കണക്കൊന്ന് ചെയ്തു തരാമോ? ചെയ്തുകൊണ്ട് ചെല്ലാൻ ഞാൻ നാളെ എന്നെ മാസ്റ്റർ പുറത്തു നിർത്തും. വീട്ടിൽ ഈ പുസ്തകം തിരിച്ചും മറിച്ചും നോക്കി. അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും അറിയില്ല. അദ്ദേഹം പറയാണ്, ഇത്തിരി പോന്ന ഈ പെൺകുട്ടിയോട് മീശ കുരുത്ത ഞാൻ എങ്ങനെ പറയും? എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. ഞാൻ ഇല്ലാതായി എന്ന വാക്കാ അദ്ദേഹം ഉപയോഗിച്ചത്. ഞാൻ ഈ പെൺകുട്ടിയുടെ മുമ്പിൽ ഇല്ലാതായി. ആ കുട്ടി എഴുതി കൊടുത്ത അക്ഷരങ്ങളാണ്, അക്ഷരമാലയാണ് പിന്നീട് പഠിച്ച് വി.ടി. ഭട്ടതിരിപ്പാട് കേരളത്തിലെ ഒരു നാഴികക്കല്ലായിട്ട് മാറി ഒരുപാട് കൃതികൾ നമുക്ക് നൽകിയത്. ആ തീയാടി നമ്പ്യാരുടെ ചെറിയ പെൺകുട്ടി എഴുതിക്കൂടെ. അദ്ദേഹം പറയാണ്, നിശീഥിനിയുടെ നിശബ്ദതയിൽ ലോകം കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ അവൾ എഴുതി തന്ന അക്ഷരങ്ങൾ ഞാൻ വായിലിട്ട് ചവച്ചു. വിറയാർന്ന കൈവിരൽ കൊണ്ട് വീണ്ടും വീണ്ടും കുത്തിക്കുറിച്ചു. പറന്നെത്തിയ ഒരു തീപ്പൊരി ഉണങ്ങി വരേണ്ട ചപ്പിലക്കൂട്ടങ്ങളെ ആളിക്കത്തിക്കുന്നത് പോലെയായിരുന്നു ആ അനുഭവം. ഇത്ര സുന്ദരമായിട്ടാ അത് വർണ്ണിക്കുന്നത് അദ്ദേഹം. അന്ന് പൂജാരിയായിരുന്ന, വേദമന്ത്രങ്ങൾ അറിയുന്ന, കേട്ടുപഠിച്ച, ശ്രുതിയായതുകൊണ്ട് കേട്ടുപഠിച്ച അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും അറിയില്ല. അത് ഒരു വി.ടി. ഭട്ടതിരിപ്പാടല്ല, അനേകം ഭട്ടതിരിപ്പാടുമാർ അന്നുണ്ടായിരുന്നു. അക്ഷരമാല അറിയില്ല, എഴുതാൻ അറിയില്ല. അതായത് പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരാൾ വരികയാണ്, പഠിപ്പിക്കാൻ വേണ്ടി, അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇതോട് ചോദിക്കാം, നിനക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ?
അദ്ദേഹം മിണ്ടിയില്ല. എന്താ കുട്ടിപ്പട്ടേരി മിണ്ടാത്തത്? മോഹമില്ല അല്ലേ? അദ്ദേഹം പറയാണ്, അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, എനിക്ക് കാരണവന്മാരുടെ കൺമുമ്പിൽ പെടാതെ കാടുകാട്ടി കാലം കഴിക്കാനാണ് ആഗ്രഹം എന്ന് ഞാൻ ഇത്തിരി പോന്ന ഈ കുട്ടി എങ്ങനെ ഗുരുനാഥനോട് പറയും? സത്യം പറഞ്ഞാൽ കാരണവന്മാരുടെ കോപം, അസത്യം പറഞ്ഞാൽ ഈശ്വരകോപം. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. ഇത് അന്നത്തെ ബ്രാഹ്മണ സമുദായത്തിലും ഉണ്ടായിരുന്ന അവസ്ഥയാണ്. കാടുകാട്ടി കാലം കഴിക്കാൻ കൊതിച്ച ബ്രാഹ്മണ കുടുംബത്തിലെ വീട്ടിലെ സ്ത്രീകൾക്ക് ഭക്ഷണവും വസ്ത്രവുമില്ലാത്ത അവസ്ഥ അന്നുണ്ടായിരുന്നു. പലപ്പോഴും വീട്ടിൽ എഴുതി വെച്ചതാണ്, അനുഭവത്തിൽ നിന്ന് എഴുതി വെച്ചതാണ്. പക്ഷേ അവരൊക്കെ തന്നെ തൻ്റെ സ്വത്തുകൾ മുഴുവനും എങ്ങനെയാണ് മെല്ലെ മെല്ലെ ഇല്ലാതാക്കിയത് എന്നും പറയുന്നു. സ്വന്തം മാതാപിതാക്കളെ പോലും കാണാനും തൊടാനും അധികാരമില്ലാത്ത രീതിയിൽ മാറി. സാമൂഹ്യ സാഹചര്യങ്ങൾ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. നായർ സമുദായത്തിലുണ്ടായിരുന്നു ഇങ്ങനെ. നായർ സമുദായത്തിലുണ്ടായിരുന്ന അവസ്ഥ ആഡംബരത്തിനു വേണ്ടി പണം ഒരുപാട് ചെലവാക്കി എന്നാണ്. അന്ധവിശ്വാസം, അലസത, തൊഴുത്തിൽ കുത്ത്, ഇതൊക്കെ തന്നെ നായർ സമുദായത്തിലും ഉണ്ടായിരുന്നു. ഈഴവ സമുദായത്തിലുണ്ടായിരുന്ന അവസ്ഥ അതിനേക്കാൾ മോശമായിരുന്നു. താലികെട്ട് കല്യാണം, അങ്ങനെ ഒരുപാട് അനാചാരങ്ങൾ ആ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ അവരെ സമൂഹത്തിന്റെ പിന്നണിയിലേക്ക് കൊണ്ടുപോയി. നേരത്തെ സൂചിപ്പിച്ച ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. 1853 ചട്ടമ്പിസ്വാമികൾ ജനിക്കുന്നു. 1954 ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുന്നത്. രണ്ടുപേരും സഹോദര തുല്യം, സമപ്രായക്കാര്. അവരെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു. രണ്ടുപേരും ജനിച്ചത് വളർന്നത് ഇരു സമുദായത്തിലായിട്ടും രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന ഹൃദയബന്ധം അത്രയും വലുതായിരുന്നു. അവർക്കതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് അയ്യങ്കാളിയെ കുറിച്ച് സൂചിപ്പിച്ചത്. അയ്യങ്കാളി താണജാതിയിൽപ്പെട്ട, അയ്യങ്കാളിയുടെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹം കളരി പഠിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അദ്ദേഹത്തിന്റെ പ്രൗഢി. അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് ഒരു രാജാവിന്റെ വീറാണ്. തലപ്പാവ് ധരിച്ച് ഒരു കുങ്കുമപ്പൊട്ട് തൊട്ട് നടന്നു പോകുന്ന സമയത്ത് രാജാവിന്റെ വീറോട് കൂടിയാ അദ്ദേഹം നടന്നു പോയത്. പുലിയ സമുദായത്തിലെ രാജാവെന്ന് അദ്ദേഹത്തെ വിളിച്ചത്. ആരുടെ മുമ്പിലും ശിരസ് ഉയർത്തിപ്പിടിച്ചു നിൽക്കാനുള്ള തന്റെ ഇടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 100 പേർ വന്നാലും തന്റെ കയ്യിലുള്ള കഠാര കൊണ്ട് അവരെ എതിർക്കാൻ ശക്തി കാണിച്ച ആളാണ്. അങ്ങനെ അദ്ദേഹം വളർന്നത്, സമുദായത്തെ ഉദ്ധരിച്ചത്. അദ്ദേഹം പുലയർക്ക് വേണ്ടി ക്ഷേത്രം ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞത്, ഇത് ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. ഒരു സമുദായത്തിന് വേണ്ടി ഒരിക്കലും ക്ഷേത്രം ഉണ്ടാക്കാൻ പാടില്ല. ഇത് എല്ലാവർക്കും വേണ്ടി ആയിരിക്കണം. പക്ഷെ ഇന്ന് എനിക്ക് അതിനെ സാധിക്കൂ. അങ്ങനെയാണ് അത് പിന്നീട് എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുകയും എല്ലാവരും പൂജ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിയത്. അങ്ങനെയാ ഈ സാമുദായിക നായകന്മാരുടെ തൻ്റെ ഇടവും വീര്യവുമാണ്. എത്ര തല്ലുകൊണ്ടിട്ടുണ്ട് അവരൊക്കെ, എത്ര പരിഹാസം അനുഭവിച്ചിട്ടുണ്ട്. നമ്മളിന്ന് അനുഭവിക്കുന്ന സുഖമുണ്ടല്ലോ, അത് എവിടെയായാലും, സംഘടനയിലായാലും ഇത്തരം ഹൈന്ദവതയിലായാലും നമ്മളിന്ന് അനുഭവിക്കുന്ന സുഖമുണ്ടല്ലോ, സന്തോഷമുണ്ടല്ലോ. ഒരുപാട് പേരുടെ കണ്ണീരാണ്, ഒരുപാട് പേരുടെ വേദനയാണ്, ഒരുപാട് കുടുംബത്തിന്റെ നൈരന്തര്യമായി അനുഭവിച്ച വേദനകളാണ് നമ്മളിന്ന് സന്തോഷമായിട്ട് അനുഭവിക്കുമെന്ന് ഓർക്കണം. അയിത്തം മാറ്റാൻ എന്ത് ചെയ്യും? അയിത്തം മാറ്റാൻ വേണ്ടിയാണ് ഇവരൊക്കെ NSS ആയാലും SNDP ആയാലും പ്രവർത്തിച്ചത്. അയിത്തം മാറ്റാൻ വേണ്ടിയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച മറക്കുടയ്ക്കുള്ളിൽ മഹാനരകം അനുഭവിച്ച വിധവാ വിവാഹം, അതൊക്കെ നമ്മൾ വായിക്കാൻ ശ്രമിക്കുമ്പോൾ ചില നാടകങ്ങളുണ്ട്. അന്നത്തെ വിധവമാര്, അവർക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. അവരൊന്നും തല മുണ്ടനം ചെയ്ത് വീട്ടിന്റെ ഉള്ളറയില് വെള്ള വസ്ത്രം മാത്രം ധരിച്ച് പുറം ലോകം കാണാതെ ജീവിക്കണം. 80-85 വയസ്സുള്ള ബ്രാഹ്മണ വൃദ്ധന്മാര് വിവാഹം കഴിക്കുന്നത് ഇന്ദുലേഖ വായിക്കുന്ന സമയത്ത് നമുക്കറിയാം. കഴിക്കുന്നത് 12, 13, 14 വയസ്സുള്ള പെൺകുട്ടികളെ. വിവാഹം കഴിച്ച് 1 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം കൊണ്ട് ഭർത്താവ് മരിക്കും. പിന്നെ ജീവിതകാലം മുഴുവൻ ഇവർ അനുഭവിക്കുന്നത് വൈധവ്യമാണ്. അതിനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയാണ് പ്രേംജിയും അതേപോലെ തന്നെ വീട്ടിൽ ഭട്ടതിരിപ്പാടൊക്കെ നന്നായി ശ്രമിച്ചിട്ടുണ്ട്. അവരതൊക്കെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അവർ പല സമയത്തും സമൂഹം അവരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവരൊക്കെ ഉണ്ടാക്കിയ സംഘടന മാത്രമല്ല, ഭാരതത്തിന്റെ പല ഭാഗത്തുമുള്ള പല സംഘടനകളും കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിൽ വലിയൊരു മാറ്റമായിരുന്നു.
ശ്രീരാമകൃഷ്ണ മിഷൻ കേരളത്തിൽ ആരംഭിച്ചു. തിയോസഫിക്കൽ സൊസൈറ്റി കേരളത്തിലേക്ക് വന്ന് പ്രവർത്തനം ആരംഭിച്ചു. ബ്രഹ്മസമാജവും ആര്യ സമാജവും കേരളത്തിൽ പ്രവർത്തിച്ചു. ഇതൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഇവിടെ വലിയ മാറ്റം ഉണ്ടാക്കിയത്. നമ്മൾ ഇന്ന് പലപ്പോഴും ഈ വാട്സപ്പിലൊക്കെ കാണുന്ന സമയത്ത് ഞങ്ങളാണ് ഇവിടെ മാറ്റം ഉണ്ടാക്കിയത്, ഞങ്ങളാണ് ഇവിടെ സമൂഹത്തിൽ ഉന്നമനം ഉണ്ടാക്കിയത്, ഞങ്ങളില്ലായിരുന്നു എങ്കിൽ ഇന്ന് കേരളം എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ഒരു ചരിത്രം വായിച്ചാൽ മാത്രം മതി. അവരെന്നുണ്ടായി, ഈ മാറ്റം എന്നുണ്ടായി എന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ മതി. ജനിക്കാത്ത കാലത്ത് ഞാനത് ചെയ്തു. എൻ്റെ നാട്ടിലൊരാളുണ്ട്, അദ്ദേഹം പറഞ്ഞത് അച്ഛനെക്കാട്ട് മൂത്തതാ ഞാൻ എന്നാ പറഞ്ഞു. മകൻ പറഞ്ഞതാ, അച്ഛനെക്കാട്ട് മൂത്തവനാ ഞാൻ. എന്താ കാരണം? അച്ഛൻ 32ാമത്തെ വയസ്സിൽ മരിച്ചു പോയിട്ടുണ്ട്, എനിക്കിപ്പോ 36 വയസ്സായി. അതാണ് അവർ പറയുന്ന ഈ ഒരു സിദ്ധാന്തം. ഓർത്തു നോക്കുക. നമുക്ക് അതില് എന്താ പറയാ, ഒന്നും ചെയ്യാനില്ല, പറയാനില്ല. ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പ് SNDP ആയാലും NSS ആയാലും ക്ഷേത്രങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. 1913 ഹരിപ്പാടുള്ള ശ്രീരാമകൃഷ്ണ ആശ്രമത്തില് പന്തിഭോജനം, മിശ്രഭോജനം നടത്തിയിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പൻ എല്ലാവരെയും ഒരുമിച്ച് ഇരുത്തിയിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരു ആശ്രമത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച വൈക്കം സത്യാഗ്രഹമൊക്കെ 1920 മെയ് 13-ാം തീയതി 17ാം വാർഷിക സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയം SNDP പാസാക്കിയ പ്രമേയമാണ്. എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും ഹിന്ദുക്കളായ എല്ലാ വർഗക്കാർക്കും പ്രവേശിച്ച് ആരാധന നടത്തുന്നതിന് അനുവദിക്കണം എന്നൊരു മെമ്മോറാണ്ടം അവർ സർക്കാരിലേക്ക് കൊടുക്കുന്നുണ്ട്. 1920 SNDP അത്രമാത്രം മുന്നോട്ട് വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. വൈക്കത്തമ്പലത്തിന് സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ നമുക്കറിയാം. TK മാധവൻ അന്ന് കോൺഗ്രസിന്റെ നേതാവാണ്, SNDPയിലും പ്രവർത്തിക്കുന്നുണ്ട്. കാക്കിനടയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഇദ്ദേഹം നേരിട്ട് പോയി മഹാത്മജിയെ കണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹ ആശിസ്സുകളോടുകൂടിയാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ആ സമയത്ത് 1924 ആ സത്യാഗ്രഹം തുടങ്ങുന്നത്. സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആളുകൾ പേര് കേൾക്കുമ്പോൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച ഒരു അത്ഭുതം തോന്നും. ആരൊക്കെയാ? KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഇവരൊക്കെയാണ് പിന്നാക്കം നിൽക്കുന്ന സമുദായത്തിലെ ആളുകളെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കണമെന്ന് സജീവമായി വാദിച്ച് പ്രവർത്തിച്ച് അത് വിജയിപ്പിച്ചത് ഇവരൊക്കെയാണ്. ഇവിടെ പറയും ഇവിടെ സാമുദായികമായ യോജിപ്പില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം കേരളത്തിൽ ഈ ഒരു ചിന്ത മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്നും സാംസ്കാരിക സാമുദായിക നായകന്മാരായിട്ട് ഇന്നും പ്രോജ്വലിച്ച് നിൽക്കുന്നത് ഇവിടെ പ്രവർത്തനം കൊണ്ടായിരുന്നു. മാത്രമല്ല സവർണജാഥയെക്കുറിച്ച് സൂചിപ്പിച്ചു. 1925 നവംബർ 23-നാണ് അത് വിജയകരമായി അവസാനിപ്പിക്കുന്നത്. NSS ക്ഷേത്രപ്രവേശനത്തിനു മുമ്പ് തന്നെ പെരുന്നയിലെ മാരണത്തുകാവ് ക്ഷേത്രത്തിൽ സകല ഹിന്ദുക്കൾക്കും വേണ്ടി മന്നത്ത് പത്മനാഭൻ ക്ഷേത്രം തുറന്നുകൊടുത്ത് എല്ലാവരെയും അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ SNDPയും NSSഉം ക്ഷേത്രപ്രവേശന വിളംബരം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് തന്നെ തങ്ങൾക്കാവുന്ന വിധം അവർ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പ് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇവിടെ ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ച് പറഞ്ഞു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ഇവിടുത്തെ ജനങ്ങളുടെ മനസ്ഥിതി അറിയാൻ വേണ്ടി കസ്തൂർബ ഗാന്ധിയെ പോലുള്ള ആളുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അവര് ജനങ്ങളുടെ അരികെ ചെന്നിട്ട് അവരുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അവർണ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് പ്രവേശനം ലഭിക്കാം. അതിനൊരു കണക്ക് പറയുന്ന സമയത്ത് 77% ആളുകൾ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്നാണ്. 10% ആളുകൾ നിഷ്പക്ഷമായി നിന്നു. 13% ആളുകൾ അതിനെ കർക്കശമായി എതിർത്തു. അതിന്റെ ഭാഗമായി പിന്നീടാണ് ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കേണ്ട ഗതികേടുണ്ടാകുന്നത്. 1933 നവംബർ 25-ാം തീയതി ക്ഷേത്രപ്രവേശന അന്വേഷണ കമ്മിറ്റിയെ നിയോഗിക്കാൻ.
1934 ഏപ്രിൽ മാസം 21 അതിന്റെ റിപ്പോർട്ട് പ്രതികരണമായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ആ സമയത്ത് പലരും പ്രതികരിച്ചത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ പ്രതികരിച്ചതൊന്ന് മന്നത്ത് പത്മനാഭൻ പ്രതികരിച്ചു. മന്നത്ത് പത്മനാഭന്റെ പ്രതികരണം നമ്മുടെ ഹൃദയത്തില് അത്രമാത്രം വൈകാരിക തലത്തില് തോന്നും. ഒന്ന്, ഹിന്ദു സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും സമത്വം കൽപ്പിച്ചുകൊണ്ട് നമ്പൂതിരിയും പുലയനും ഒരുപോലെ ശ്രീകോവിൽ വാതിക്കൽ ചെന്നു നിന്നുകൊണ്ട് സ്വാമി ദർശനം കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും എന്ന ആ പ്രഖ്യാപനം ഹിന്ദുമതത്തെ എന്നേക്കുമായി രക്ഷിക്കുന്ന ഒരു ദൈവാനുഗ്രഹ വചസ്സായിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം ഇത്രമാത്രം ഈ ഒരു ഹൈന്ദവതയിൽ ഉണ്ടാക്കിയത് ഈ ഒരു പ്രമേയമാണ്, പ്രഖ്യാപനമാണെന്ന് പറയുമ്പോൾ അവരെത്രമാത്രം മഹത്തരമായിട്ടാണ് ഇതിനെ കണ്ടത് എന്ന് ആലോചിച്ച് നോക്കൂ. രാജഗോപാലാചാരി പറയാണ്, സമീപകാലത്തെ മാനവ ചരിത്രത്തിൽ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവമായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം. ഒരു തുള്ളി രക്തം വീഴ്ത്താതെ, ഒരാളെയും ആക്രമിക്കാതെ, ഒരാളുടെയും മനസ്സിനെ വേദനിപ്പിക്കാതെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, സമന്വയമാണ്, സംഘർഷമല്ല എന്ന് ഉറക്കെ നമ്മുടെ മനസ്സിലേക്ക് ചിന്ത ഉണ്ടാക്കുന്ന ഒരു സമരമുറയായിരുന്നു അത്. സംഘർഷമല്ല, സമരസതയാണ്, കൂട്ടായ്മയാണ്, ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പമാണ്. അതുകൊണ്ടാണ് ഈഴവർക്ക് വേണ്ടി, താണജാതിക്കാർക്ക് വേണ്ടിയിട്ട് ഉന്നത സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും പ്രവർത്തിച്ചത് സമന്വയമാണ്, സർഗാത്മകതയാണ്, ഹൃദയബന്ധമാണ് ഏറ്റവും മഹത്തരം. നേരത്തെ സംഘത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന സമയത്ത് സംഘവും ചെയ്യുന്നത് തന്നെയാണ്, നിശബ്ദമായിരിക്കുന്ന വിപ്ലവമാണ്. അതേ വിപ്ലവമാണ് ആ സമയത്ത് ഉണ്ടാക്കിയത്. ഗാന്ധിജി പറഞ്ഞത് ആധുനിക കാലത്തിലെ അത്ഭുതം എന്നാണ്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതിയാണിത് എന്ന ഗാന്ധി പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞത്. ജനങ്ങളുടെ ആധ്യാത്മിക വിവേചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതിയാണ്. ഇനി ഒരിക്കലും ആധ്യാത്മിക വിവേചനമില്ല, എല്ലാവർക്കും തുല്യമാണ്. വസുധൈവ കുടുംബകം, എത്ര വിശ്വം ഭവത്ത് ഏകനീഠം എന്ന വലിയൊരു ചിന്തയുണ്ടല്ലോ. ഈ ലോകം ഒരു പക്ഷിക്കൂടാകുന്നു, അതിലെല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന വലിയൊരു സന്ദേശമുണ്ടല്ലോ. ആ സന്ദേശമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വലിയ പ്രഖ്യാപനത്തിലൂടെ. അതിന്റെ കൂടെ നമ്മൾ ഓർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങള്. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ 1936 നവംബർ 12 1112 തുലാമാസം 27 ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചു എന്നാണ്. അതിൽ പറയുന്നത്, തിരുവിതാംകൂറിൽ അവർണ സമുദായക്കാർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചു കിട്ടാൻ വേണ്ടി ഏറെക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന്റെ പരിപൂർണ വിജയം. ഇന്ത്യയിൽ ആദ്യമുണ്ടായ ഈ വിളംബരം അവിസ്മരണീയമായൊരു ചരിത്ര സംഭവമാണ്. അതായത് ഭാരതത്തില് ആദ്യമായിട്ടാണ് ഈ ഒരു പ്രഖ്യാപനം വരുന്നത്. ഇത് നമ്പർ 1 കേരള ആയതുകൊണ്ടല്ല. അംബാശിവർ നീട്ടിവിട്ട് കണ്ണോട്ടമേറ്റുള്ള ഒരു നല്ല രാജ്യം എന്ന് കേരളത്തെ വിശേഷിപ്പിച്ചത്, അംബാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുള്ള ഒരു നല്ല രാജ്യം എന്ന് കേരളത്തെ വിശേഷിപ്പിച്ചത്, ഗോകർണത്ത് നിന്ന് ശിവനും അങ്ങ് തെക്ക് നിന്ന് പാർവതീദേവിയും പരസ്പരം എല്ലായ്പ്പോഴും കണ്ണോട്ടമേറ്റുള്ള, അതിനെ രാമായണത്തിന്റെ പ്രസക്തി കേരളത്തിൽ ഇത്രയും വർദ്ധിച്ചു വന്നത്. പരമേശ്വരജിയെ പോലുള്ള ആളുകൾ വീട് വീടാന്തരം രാമായണം പാരായണം ചെയ്യാൻ വേണ്ടി പ്രഖ്യാപിക്കുന്ന സമയത്ത് ശിവനും പാർവതിയും തമ്മിൽ കഥ പറയുന്നതാണല്ലോ രാമായണം. അംബാശിവർ നീട്ടിവിട്ട് കണ്ണോട്ടമേറ്റ നല്ല രാജ്യത്താണ് ആ വിപ്ലവം ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചത്, അത് തിരുവിതാംകൂറിൽ മാത്രമേ അന്ന് ഈ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായുള്ളൂ. അത് പ്രഖ്യാപിച്ച സമയത്ത് വളരെ യാഥാസ്ഥിതിക ബോധമുള്ള ആളുകളുടെ മനസ്സിൽ ഇതൊരു വലിയ അശനിവാദം പോലെയായിരുന്നു.
പക്ഷെ അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അത് ആശയും ആഹ്ലാദവുമായിരുന്നു. അവരത് ഏറെ സന്തോഷിച്ചു. പിന്നീട് ഇങ്ങോട്ട് വരുന്നത് 10 വർഷം കൊണ്ടാണ്. മലബാറിലേക്കും കൊച്ചിയിലേക്കും ഈ ഒരു ക്ഷേത്രപ്രവേശന ചിന്ത വരുന്നതും പ്രവൃത്തി ആരംഭിക്കുന്നതും 10 വർഷത്തിന് ശേഷമാണ്. അത് കൊച്ചിയിൽ മലബാറിൽ എങ്ങനെയൊക്കെ വന്നു എന്ന് നോക്കാം. 1948 1948 ഏപ്രിൽ മാസം ഒരു വിഷു ദിനത്തില്, മേടമാസം 1-ാം തീയതി, 1123 മേടമാസം 1-ാം തീയതിയാണ് കൊച്ചി രാജാവ് പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനത്തിന്റെ പേര് ക്ഷേത്രപ്രവേശ അവകാശ ദാന വിളംബരം എന്നാണ്. 10 വർഷത്തിന് ശേഷമാണ് 1948 ക്ഷേത്രപ്രവേശ അവകാശ ദാന വിളംബരം പാസാക്കി കൊച്ചിയിലും എല്ലാവർക്കും ക്ഷേത്രത്തില് പ്രവേശനം നൽകി. 1947 മദിരാശി ക്ഷേത്രപ്രവേശന നിയമം പാസാക്കിയതിനു ശേഷമാണ് ഇവിടേക്ക് മലബാറിലേക്ക് ഈ ഒരു ശക്തമായിട്ട് വൈകാരികമായിട്ട് ഭയമില്ലാതെ ആളുകൾക്ക് പോകാൻ സാധിച്ചത്. പിന്നീട് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നിയമപ്രകാരം അത് പാസാക്കി. ഇന്ന് ജാതീയമായിട്ട് ആളുകളെ അധിക്ഷേപിക്കുന്നു, പേര് വിളിക്കുന്നു, വലിയ കേസാണ്, കുറ്റമാണ്, കുറ്റകൃത്യമാണ്. അത് പിന്നീട് നിയമം മൂലം കൊണ്ടുവരുന്നതും മാനസികമായി കൊണ്ടുവരുന്നതും തമ്മിലുള്ള വ്യത്യാസം നേരത്തെ രവിയേട്ടൻ സൂചിപ്പിച്ചതുപോലെ മനസ്സിലാണ് ആദ്യം ചിന്ത വരേണ്ടത്. എന്റെ ജാതി ഏത്? ശ്രീനാരായണ ഗുരുദേവനോട് ചോദിക്കാം, നിന്റെ ജാതി ഏതെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് കണ്ടാ മനസ്സിലാവില്ലേ തനിക്ക് എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ ചോദിച്ചത്. നിന്റെ ജാതി എന്നെന്ന് ചോദിച്ചാൽ മനസ്സിലാവില്ലേ, ഞാൻ മനുഷ്യജാതിയാണെന്ന് കണ്ടാ മനസ്സിലാവില്ലേ എന്ന് ചോദിക്കാനുള്ള വീര്യം ഉണ്ടല്ലോ. എന്നെ കണ്ടാൽ നിനക്ക് മനസ്സിലാവില്ല എന്താ ജാതി എന്ന് പ്രത്യേകം ചോദിക്കേണ്ടതുണ്ടോ? അങ്ങനെ മനുഷ്യ ജാതിയെക്കുറിച്ച് മനുഷ്യരെല്ലാവരും ഒരുപോലെയാണെന്ന്, അതുകൊണ്ടാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. വീണ്ടും അദ്ദേഹം മദ്യം ഉണ്ടാക്കരുത്, കാച്ചരുത്, വിൽക്കരുത്, കുടിക്കരുത്, അതുണ്ടാക്കുന്നവൻ കുടിക്കുന്നവൻ നാറും, വീട് നാറും എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് സിദ്ധാന്തമുണ്ട്. അതൊന്നും നമുക്ക് വലിയ വിഷയമല്ല. നമുക്ക് ഇതാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. നമ്മൾ അത് പരിഹസിച്ചുകൊണ്ട് ചില ആൾക്കാർ ഒരു ജാതി ഒരു മതം എന്നല്ല, അത് വലിയൊരു ആധ്യാത്മിക അദ്വൈത ചിന്തയാണ്. ഈ അദ്വൈത ചിന്തയാണ് സാമുദായിക നേതാക്കന്മാരെയൊക്കെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു വലിയ നൂല്, കരുത്തുറ്റ നൂല്, ചങ്ങലയ്ക്കുറപ്പുള്ളതുപോലെ കഠിനമായ ശക്തിയുള്ള നൂല്. അത് പറയാറുണ്ട്, ചങ്ങലയ്ക്ക് ആയിരക്കണക്കിന് കണ്ണികൾ ഉണ്ടാവും. ഈ ആയിരക്കണക്കിന് കണ്ണികളുള്ള ഒരു ചങ്ങലയിലെ ഒരു കണ്ണിക്ക് ബലമില്ല എങ്കിൽ പറയുന്നത് ചങ്ങലയ്ക്കേ ബലമില്ല എന്നാണ്. ഒരു കണ്ണിക്ക് മാത്രം ദുർബലമായി കഴിഞ്ഞാൽ ആ ചങ്ങലയ്ക്കേ ബലമില്ല എന്ന് പറയുന്നത് പോലെ ഈ സാമുദായികമായ കൂട്ടായ്മയ്ക്ക് ഒരു കണ്ണിക്ക് ബലം കുറഞ്ഞാൽ ആളുകൾ പറയും. അതാണിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ തന്നെ. ഒരു കണ്ണിക്ക് ബലം കുറഞ്ഞാൽ. ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരമുണ്ടായി. സർവർക്കും ക്ഷേത്രത്തിന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കാനുള്ള അവകാശവും അധികാരവും ലഭിച്ചു. നമ്മൾ അന്ന് പ്രമേയത്തിലൂടെ പാസാക്കിയത് ക്ഷേത്രത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിക്കാനുള്ള അവകാശമായിരുന്നു. പാലിയം വിളംബരത്തിലൂടെ പ്രഖ്യാപിച്ചത് ആർക്കും ജാതി നോക്കാതെ പഠിച്ച് പൂജ ചെയ്യാമെന്നായിരുന്നു. ഇന്ന് അതിനപ്പുറത്തേക്ക് കടന്ന് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് ആർക്കും പ്രവേശിക്കാം, എന്തും ചെയ്യാമെന്ന അവസ്ഥയിലേക്ക് ആ ഒരു സ്വാതന്ത്ര്യം അവര് മുതലെടുത്തു. ഇന്ന് ക്ഷേത്രത്തിലെ വാതിൽ കട്ടുള്ള പോലും കാണാനില്ല എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭീകരത ആലോചിച്ച് നോക്കൂ. ആ ഒരു അവസ്ഥയിലേക്ക് ഇത് മാറി മാറി പോകുന്നു. ക്ഷേത്രത്തിന്റെ ഉള്ളറയിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ഇല്ല. ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് ആ തിരുവനന്തപുരത്തെ ആ മഹാക്ഷേത്രത്തിലെ ABCD തുടങ്ങിയ അറകള് ഒന്നോ രണ്ടോ തുറന്നിട്ട് അതിൽ ഇതൊക്കെ ഉണ്ട് എന്ന് കണ്ട് അതൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുമോ എന്ന് ചില ആളുകൾക്ക് സംശയം വരെ. അതൊക്കെ കടത്തിക്കൊണ്ടുപോയിരിക്കുമോ, ക്ഷേത്ര വിഗ്രഹം പോലും കടത്തിക്കൊണ്ടുപോയിരിക്കുമോ എന്നൊക്കെ ആളുകൾ ഭയപ്പെടും. ഈ ഒരു സ്വാതന്ത്ര്യം, നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം, ക്ഷേത്രത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിക്കാനും
ക്ഷേത്രത്തിനകത്ത് പൂജ പഠിച്ച് ആർക്കും പോയി പൂജ ചെയ്യാനുമുള്ള അവകാശം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ നമുക്ക് ശക്തമായിട്ട് നിലനിർത്താൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് മാനസികമായി നാം ഉയർന്നു വരണം. ശക്തമായിട്ട് ഉയർന്നു വരണം. സംരക്ഷിക്കാനുള്ള വീര്യം നമുക്കുണ്ടാവണം. ഈ വിളംബരത്തിന്റെ വാക്കുകൾ നമ്മൾ വായിക്കുന്നുണ്ട് എങ്കിൽ ഈ വിളംബരത്തിൽ പറയുന്ന വാക്കുകൾ നമുക്ക് എന്താണ് ഹൈന്ദവത എന്ന് കൃത്യമായിട്ട് രാജാവ് പ്രഖ്യാപിച്ചത് നമുക്ക് അത്ഭുതം തോന്നും. നമ്മുടെ മതത്തിന്റെ പരമാർത്ഥതയുമെന്ന ഹിന്ദുമതം, ഹിന്ദുധർമ്മം എന്ന് നമ്മൾ നിരന്തരം പറയുന്നു. ധർമ്മമാണ്, അത് മതമല്ല. മതമല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എങ്കിലും മറ്റുള്ള ആളുകൾ മതം എന്ന് പറയുമ്പോൾ നമ്മൾ തൽക്കാലം മതം എന്ന് പറയുന്നു. അതിന്റെ പരമാർത്ഥത ഉണ്ടല്ലോ, പരമമായ അർത്ഥതലം രാജാവ് അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചിട്ട് പറഞ്ഞതാണ് ആ ഹൈന്ദവതയുടെ പരമാർത്ഥം. സുപ്രമാണത, പ്രമാണതയല്ല, പ്രമാണതയ്ക്കപ്പുറത്തുള്ള സുപ്രമാണത എന്ന് പറയാൻ അത്രയും കഠിനമായ പ്രമാണതയുള്ള ഒരു മതമാണ് ഇത്. വൈദിക പ്രാമാണ്യം, ഉപനിഷത്തിന്റെ പ്രാമാണ്യം, പുരാണങ്ങളുടെയും ഇതിഹാസത്തിന്റെയും പ്രാമാണ്യം, സ്മൃതികളുടെ പ്രാമാണ്യം, ഇതൊക്കെയുള്ള ഈ വലിയ ഒരു സംസ്കാരം ഉണ്ടല്ലോ, അതിനപ്പുറത്ത് വിശദീകരിക്കാൻ പറ്റില്ല. കൃത്യമായിട്ട് അതിന്റെ ഓരോ വരിയും നമ്മൾ കണ്ട് പഠിക്കുകയാണെങ്കിൽ, അനുഭവിച്ച് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രമേയത്തിൽ ഹൈന്ദവത എന്താണ് എന്ന് കൃത്യമായിട്ട് അടിവരായിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. അത് ഗാഠമായി തനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഒരു സെന്റൻസ് ആണേ. ഈ ഒരു ഒറ്റ സെന്റൻസേ ഉള്ളൂ, അതില് ഒരു വാചകം മാത്രമേ ഉള്ളൂ. പണ്ടത്തെ അങ്ങനെയാ എഴുതുക. പണ്ടത്തെ ആധാരമൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും അത് മറന്നു പോകും. ഒറ്റ വാചകമായിരിക്കും. ഇതൊരു വാചകമാണ്, കോമിട്ട് പറഞ്ഞു പോവാൻ. ഭാഷ പഠിക്കുന്ന സമയത്തൊക്കെ പണ്ടത്തെ രീതി എന്തെന്ന് പഠിക്കുന്ന സമയത്ത് പണ്ടത്തെ ഓരോ കുറിപ്പുകൾ പഠിക്കാനുണ്ടാവും. അത് എങ്ങനെയാണ് കോമയിട്ട് വലിയ സെന്റൻസായി മഹാവാക്യങ്ങളാക്കി മാറ്റുന്നതെന്നൊക്കെ ഭാഷ പഠിക്കുന്ന സമയത്ത് പഠിക്കാറുണ്ട്. അത് തന്നെയാണ്, ഒറ്റ വാചകമാണ്. തുടക്കം നമ്മുടെ തുടങ്ങിയിട്ട് പാടില്ലെന്നാക്കുന്നു വരെ ഒറ്റ വാചകത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. മാത്രമല്ല ആയത് ദൈവികമായ അനുശാസനത്തിലും സർവ്വവ്യാപകമായ സഹിഷ്ണുതയിലുമാണ് അടിയുറച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഹിന്ദുത്വത്തിന് അതിനപ്പുറത്ത് എന്ത് വിശദീകരണമാണ് വേണ്ടത്? ഹിന്ദുത്വം എന്താണെന്ന് ചോദിച്ചാൽ ഇത് മാത്രം എടുത്തു വെച്ച് പറയാം. സഹിഷ്ണുത, അതിൻ്റെ അനുശാസനം, ദൈവികമായ അനുശാസനം, നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മുടെ കാറ്റലോഗ്. ഈശ്വരൻ ഭൂമിയിലേക്ക് ഒരാളെ സൃഷ്ടിക്കുന്ന സമയത്ത് അവൻ എങ്ങനെ ജീവിക്കണം എന്ന ഒരു കാറ്റലോഗ് തന്നിട്ടുണ്ട്. ആ കാറ്റലോഗ് അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ നമ്മുടെ മെഷീനൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരു കാറ്റലോഗ് തരും. ആ കാറ്റലോഗ് അനുസരിച്ചല്ല ഇത് വർക്ക് ചെയ്യുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയാവും. അത് വർക്ക്ഷോപ്പ് കൊണ്ടുപോയി കൊടുത്ത് അവർ വീണ്ടും കാറ്റലോഗ് നോക്കിയിട്ട് അത് ശരിയാക്കുന്നത്. നമ്മുടെ കാറ്റലോഗ് ഉണ്ടല്ലോ, നമ്മൾ ജീവിക്കാനുള്ള കാറ്റലോഗ്, അതിനെയാണ് പറയുന്നത് ഈശ്വര സൃഷ്ടിയായിരിക്കുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള കാറ്റലോഗാണ് വേദം എന്ന് പറയുന്നത്. അതനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് വേദന 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 എന്ന്. വേദന എന്ന് പറയാൻ വേദമില്ലാത്ത അവസ്ഥയാണ്. കാറ്റലോഗിനെ ഒഴിവാക്കിയത് കൊണ്ടാണ് നമ്മൾ വേദന അനുഭവിക്കുന്നത് എന്ന്. അതിന് പ്രാമാണ്യവതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സഹിഷ്ണുതയും സർവവ്യാപകവുമായിരിക്കുന്ന, അതിൽ ഉറച്ചിരിക്കുന്നുവെന്ന് വിശ്വസിച്ചും അതിന് പ്രവർത്തനത്തിൽ അത് ശതവർഷങ്ങളായി, നൂറ്റാണ്ടുകളായി അതിന് മാറ്റം ഉണ്ടാകുന്നു. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു മാറ്റവും ചെറുതല്ല. ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ ആരെയും ഭയപ്പെടേണ്ടതില്ല. പണ്ട് ഇന്നേക്ക് വരുന്ന സമയത്ത് നിരന്തരമായ മാറ്റങ്ങൾ ഈശ്വരീയമായിരിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, ആചാരത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ആചാരത്തിന്റെ കാര്യത്തിൽ ഉണ്ടായ നിരവധി മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ആളുകൾ, ആചാര്യന്മാർ ഒരുമിച്ച് കൂടിയിട്ട് ദിവസങ്ങളോളം ചർച്ച ചെയ്തിട്ട് ആ മാറ്റം ഉണ്ടാക്കിയത്. ആ മാറ്റങ്ങൾ രാജാവ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ടാണ് പ്രഖ്യാപിച്ചത് എന്ന് ഓർക്കുക. അതിന് വിശദീകരിച്ച് ഞാൻ വീണ്ടും പോകുന്നില്ല. ഞാനൊരു വാക്ക് തുടക്കത്തിലേ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയായിരിക്കും ഒരു പക്ഷേ. അതുകൊണ്ട് മുന്നോട്ട് പോയിട്ട് വീണ്ടും അതിനെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
നല്ലൊരു സായാഹ്നം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരും പ്രൗഢമായ വേദിയും പ്രൗഢമായ സദസ്സും. ഇത് പറഞ്ഞതൊന്നുമല്ല. ഈ പറഞ്ഞതിനെ അറിയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. വായിക്കണം, നമ്മൾ പഠിക്കണം, നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കണം. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം, വിശേഷിച്ച് യുവാക്കളിലേക്ക് എത്തിക്കണം, വലിയൊരു മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാവും. അതുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളൊക്കെ കാണാനും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ സംസാരിക്കാനുമുള്ള ഭാഗ്യം ഈശ്വരേച്ഛ കൊണ്ടുണ്ടായതാണെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.